ഗാഥ ഗാഥ കണ്ണുറക്ക്. ഗാഥ എഴുന്നേക്ക്. ഗാഥ ഗാഥ. കൃഷ്ണ വേഗം തന്നെ. ഗാഥ. അയ്യോ അങ്ങനൊന്നും പറയില്ല മോളിക്കുട്ടി. അവളെ എങ്ങനെയാലും രക്ഷിക്കണം. നീ വന്നേ. വാ. ഗാഥ ഗാഥ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഗാഥ. മോളിക്കുട്ടി ദേ അവൾ താഴേക്ക് വീണിട്ടില്ല. അവൾ അവിടെ തന്നെയുണ്ട്. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണ? എനിക്കൊന്നും അറിയണ്ട മോളിക്കുട്ടി. അവളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അവൾ എന്റെ കൂടെ പിറപ്പാ. നീ എന്തൊക്കെയാ കൃഷ്ണ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് കേക്ക്. കൃഷ്ണ അവിടെ നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാ. ഒന്നുകിൽ താഴെ പോയി ആളുകളെ കൂട്ടി വരണം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും താഴേക്ക് ഇറങ്ങണം. ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങിക്കോളാം. കൃഷ്ണ നോക്കി 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 ഇറങ്ങിപ്പോ. ഗാഥ. ഗാഥ ഗാഥ. ഗാഥ ഗാഥ കൈത. ഗാഥ ഗാഥ ഗാഥ. ഗാഥ. അയ്യോ മോളിക്കുട്ടി. ഗാഥ. ഗാഥ ഗാഥ. മോളിക്കുട്ടി ഒന്ന് ഓടി വാ. പിടിച്ചു കേട്ട്. സിനി അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അവള് കൃഷ്ണനെ കണ്ട കുഴപ്പാ. അവളെ ശ്രീനിവാസ് കണ്ട അതിലും വലിയ കുഴപ്പാ. എനിക്കെന്റെ മോളുടെ അടുത്ത് പോണം സിനി. എനിക്കെന്റെ മോളുടെ അടുത്ത് പോയേ പറ്റൂ. നമ്മളിപ്പോ എങ്ങോട്ടാ പോവാ? ഗാഥാമ്മയുടെ എവിടെ എത്തി, എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഒരു വാക്ക് അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിടില്ലായിരുന്നു. ഗാഥ ഗാഥ കണ്ണുറക്ക്. ഗാഥ മോളെ വെള്ളം എടുത്തിട്ട് വാ. ഗാഥ ഗാഥ കണ്ണുറക്ക്. ഗാഥ എഴുന്നേക്ക്. ഗാഥ ഗാഥ. കൃഷ്ണ വേഗം തന്നെ. ഗാഥ ഗാഥ. നീ എന്തിനാടി എന്നെ രക്ഷിച്ചേ? നീ എന്തിനാ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചേ? അതിന്റെ കാരണം എന്താന്ന് നിന്റെ കൂട്ടുകാരോട് തന്നെ ചോദിക്ക. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്നെ ചതിച്ചില്ലേടി? നീ എന്റെ നവീനുമായിട്ട് ആദ്യരാത്രി ആഘോഷിച്ചില്ലേ? എന്ത് ഭ്രാന്ത ഗാഥയെ പറയുന്ന?
എനിക്ക് ഉറപ്പാ അന്ന് ബെഡ്റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നവീൻ എന്നോട് പറഞ്ഞതാ. ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അന്ന് ഞാൻ വ്രതം എടുത്തിരിക്കല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ നവീനോടൊപ്പം ബെഡ്റൂമിൽ കഴിയുന്നേ? ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല, ചതിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. കൃഷ്ണൻ, ഇവൾക്കൊന്നും വേണ്ടി ഒന്നും ചെയ്യരുത്. നീ ഇത്രയും നാള് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്കൊക്കെ കൂലിയായിട്ടാ ഇവിടെ നിന്നെ കൊല്ലാൻ വന്നത്. ചാകാൻ പോകുമ്പോഴേ രക്ഷിക്കാൻ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിത്തരമ്മയുടെ വിളിക്കുന്നേ. ഹലോ. ആ ഹലോ. കൃഷ്ണ, ഗാഥ അങ്ങോട്ട് വന്നായിരുന്നോ? ഗാഥ എന്റെ അടുത്തുണ്ട് മാഡം. ഗാഥ എന്നെ തെറ്റിദ്ധരിച്ചാ വന്നേ. കൃഷ്ണ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് ഗാഥ എന്റെ അടുത്ത് എത്തണം. എവിടെയാവള്? ഫോണിൽ. മാഡം, ഞാൻ മോളിക്കുട്ടിയാ. മാഡത്തിന്റെ മോളെ ഇങ്ങോട്ട് വെറുതെ വന്നതല്ല. അവളെ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. ഈ നാട്ടില് വന്ന് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചിട്ടേ മാഡത്തിന്റെ മോളെ ഞങ്ങൾ വെറുതെ വിടണോ? മോളിക്കുട്ടി പ്ലീസ്, ഗാഥയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. മമ്മി. മോളെ മോളെ എത്രയും പെട്ടെന്ന് മോള് തിരിച്ച് മമ്മിയുടെ അടുത്തേക്ക് വാ. നീ വന്നില്ലെങ്കിൽ പിന്നെ നീ അന്വേഷിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ ജീവനോടെ കാണില്ല. മമ്മി, നിന്നോടല്ലേ പറഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ? ഉടനെ വന്നേ പറ്റൂ. ശരി. ഞാൻ തോറ്റുപോയി എന്ന് നീ കരുതണ്ട. എന്റെ പൊന്നു മോളെ, മനുഷ്യരായാലേ അല്പം നാണം വേണം. താഴേക്ക് വീണ വീഴ്ചയിലേ അവിടെ കിടന്നോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിലേ 4-5 ദിവസം കഴിഞ്ഞ് അഴുകി പുഴുത്തിട്ടേ പുറത്തെടുക്കുമായിരുന്നുള്ളൂ.